സുജയ വേലിങ്ങനെ കനത്ത് വരുന്നുണ്ട്, മേളം മുറുകി വരുന്നുണ്ട്. അതായത് ഉച്ചയിലായി സൂര്യൻ. ഇനിയാണ് അങ്ങോട്ട് പെരുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇലഞ്ഞിത്ര മേളത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കി. അതിനു മുൻപ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം കേൾക്കാനുള്ള ആ താളമാണ് ഇനി നമ്മുടെ ചെവികളിൽ മുഴങ്ങാൻ. മഠത്തിൽ വരവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ മഠത്തിൽ വരവിന്റെ നമ്മുടെ ചെമ്പുക്കാവിൽ നിന്ന് വന്ന രാമനോട് സംസാരിക്കണം. അപ്പൊ രാമൻ ഏകഛത്രാധിപതി രാമനെ കണ്ടാണ് വന്നത്. രാമന്റെ ഫാൻസ് എത്രയുണ്ട് ഇവിടെ? തൃശ്ശൂരിൽ വന്ന് രാമന്റെ ഫാൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ അതിന് മറുപടി ഉണ്ട്. ഏകഛത്രാധിപതി രാമൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നോക്കൂ, ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം മുതൽ ഈ പൂര നഗരി വരെ നമ്മൾ കണ്ടത് ഇതേ ആവേശമായിരുന്നു. കാരണം നമ്മൾ അവിടെ ക്ഷേത്ര ഭാരവാഹികൾ സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടെ എഴുന്നള്ളത്തിന് ഇത്രയും ആൾക്കൂട്ടം വരാറില്ല. ഇത്തവണ വന്ന ആൾക്കൂട്ടത്തിലെ ബഹുഭൂരിഭാഗം അത് രാമനെ കാണാൻ വന്നവരാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, സാധാരണഗതിയിൽ ഈ വാതിൽ തുറന്ന് രാമനാണല്ലോ പൂര വിളംബരം നടത്തിക്കൊണ്ടിരുന്നത് ഒരുപാട് കാലം. ആ ഒരു കാഴ്ചയായിരുന്നു പൂരത്തിന്റെ ഏറ്റവും 6 വർഷം മുമ്പ് വരെയുള്ള ആ ഒരു പതിവ് മാറിക്കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു. അതെ അതെ, ഇത്തവണ ആള് മാറി. എറണാകുളം ശിവകുമാറാ വന്നതെങ്കിലും ഇപ്പൊ അല്പസമയം മുമ്പ് നമ്മൾ ആരവം കണ്ടതല്ലേ ഈ വാതിൽ വഴി രാമൻ വരുന്ന കാഴ്ചയ്ക്ക് വേണ്ടി. ഏകഛത്രാധിപതിയുടെ തട്ട് താണ് തന്നെ ഒരു സംശയമില്ല. ഇനി ആര് വന്നു എന്ന് പറഞ്ഞു അല്ലേ? അതാണ് തെച്ചിക്കോട്ടുകാവ്. ഒരുപാട് പരാധീനതകളൊക്കെ ഉണ്ടാവാം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഒരു ഫീലിംഗ് ആണ് അല്ലേ? അപ്പം ആ തലയെടുപ്പും ആ ഒരു നിൽപ്പും ഒക്കെ പ്രേക്ഷകർ കാണണം. അഷ്ടഗജ ലക്ഷണമൊത്ത ആനയാണ് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി ഒരുപാട് വാർത്തകൾ വരുന്ന സമയമാണ്. ഈ പൂരനഗരി നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രാവിലെ നമ്മൾ 6:10 തുടങ്ങിയതാണ് അല്ലേ? ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 5 മണിക്കൂർ നേരം വെയിലും മഞ്ഞു കൊള്ളാതെ വന്ന ഒരാൾ തിരിച്ചു പോയിട്ടുണ്ട്. കണിമംഗലം ശാസ്താവ്. വെയിൽ കൊണ്ട് ഇനി വരാനിരിക്കുന്ന ഒരാളുണ്ട്. ആരാണ് വരാൻ പോകുന്നത്? തിരുവമ്പാടി അല്ലേ, പാറമേക്കാവ്, അതൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ബാക്കി ചെറുപൂരങ്ങൾ പലരും വന്നു പോയി കഴിഞ്ഞു. ഇനിയപ്പോ ചൂടുള്ള കാഴ്ചകളും ഒക്കെ പ്രേക്ഷകർക്ക് നൽകും. ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയിൽ തന്നെ നിങ്ങൾ തുടരുക. മനോഹരമായ ഫ്രെയിമിൽ, മനോഹരമായ ശബ്ദവിന്യാസത്തിൽ പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിലൂടെ പൂരം ആസ്വദിക്കാം. അതേപോലെ ചെറിയ ചെറിയ കാഴ്ചകൾ കൂടി ഞങ്ങൾ ഇടയ്ക്ക് പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. കാണൂ, ഈ പൂരം കാണാനെത്തിയ മനുഷ്യർ. അതിനിടയ്ക്ക് അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരാളെ കണ്ടു പരിചയപ്പെട്ടു. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് വന്ന് പരിചയപ്പെട്ടു. 22 വയസ്സുള്ളൊരു മകനുണ്ട്. ഈ മോനേക്കാൾ കുറച്ചുകൂടി ഉയരമേ ഉള്ളൂ, പക്ഷെ ഓട്ടിസ്റ്റിക്കാണ്. അപ്പോൾ അവനെ കൊണ്ട് വരികയാണ്. വീട്ടിൽ അമ്മയില്ല, ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നു. അവൻ ഈ പൂരം കാണുന്നു, അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ നോക്കൂ, അവൻ്റെ മനസ്സിലും ആ അച്ഛൻ്റെ മനസ്സിലും ഒരു എത്ര ബുദ്ധിമുട്ടുള്ള ഒരു സഹനമാണ് അദ്ദേഹത്തിൻ്റെ. ആൾക്കൂട്ടത്തിനിടയിൽ അവനെ കൊണ്ടുവരണമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി വരും, നമ്മളോട് വന്ന് സംസാരിച്ചു. അപ്പോൾ ആ മകൻ ഇവിടെ എവിടെയോ ഈ പൂരക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ എത്രയെത്ര മനുഷ്യർ അല്ലേ, നമുക്കറിയാത്ത പ്രശ്നങ്ങളുള്ളവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ ഇതുവരെയും കൂട്ടിയിട്ടും ഗണിച്ചിട്ടും തീരാത്ത പ്രശ്നങ്ങളുള്ള മനുഷ്യർ ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ അവരുടെ മുഖത്തൊന്നും ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? സങ്കടം കാണാൻ പറ്റില്ല. അത് വിഷാദം പൂത്തുലയുകയല്ല, സന്തോഷം പൂത്തുലയുകയാണ്. അതിന്റെ വൈബ് അതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നമ്മളൊരു പൂരം ആശംസിക്കുന്നു. അല്ലേ? ഹാപ്പി പൂരം.